നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ലിബിയ ബേസിൽ, CSI അസേഷൻ ചാർച്ച് കാക്കനാട് സഭാ അംഗമാണ്. ജേണി ത്രൂ ദ ബുക്സിന്റെ 79 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 49:1 മുതൽ 9 വരെ. കോരഹ പുത്രന്മാർ രചിച്ച ഒരു സങ്കീർത്തനമാണ് ഇന്നിവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ലോകത്തിലെ നാനാവിധത്തിലുള്ള ജനങ്ങളെയും പ്രത്യേകമായി സങ്കീർത്തനക്കാരൻ വിളിക്കുകയാണ്. 4 തരത്തിൽ ആളുകളെ സങ്കീർത്തനക്കാരൻ തരംതിരിച്ചിരിക്കുന്നു. അതിൽ സാമാന്യ ജനവും ശ്രേഷ്ഠ ജനവും ധനവന്മാരും ദരിദ്രന്മാരും ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ 3, 4, 5, 6 എന്ന വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അതിൽ പ്രശംസിക്കുകയും അതിൻ്റെ ധനസമൃദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ മരണം എല്ലാവരെയും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുത്തുന്നു. ആർക്കും ഈ ലോകത്തു നിന്ന് സമ്പാദിച്ചൊന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകത്തിൻ്റെതായ എല്ലാ ധനസമൃദ്ധിയും നിമിഷ നേരം കൊണ്ട് ഞങ്ങളെ വിട്ടുപിരിയുമെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.